ആ നീ എടുത്തോ കോള്? ഞാൻ കോൾ എടുത്തിട്ട് 5 മിനിറ്റ് ആയി. എനിക്കറിയാലോ, നല്ല തിരക്കല്ലേ ഇവിടെ. അല്ല, കല്യാണത്തിനുള്ള അരിയും പച്ചക്കറിയാണോ കയറ്റി വിടുന്നത്? ക്യാമ്പിലുള്ള സാധനങ്ങളാ. യുവ നേതാവായി പോയില്ലേ മോളെ. ഞാൻ വിചാരിച്ചു ഒളിച്ചോട്ടത്തിന് എന്തിനാ സദ്യന്ന്. ചെറിയ സദ്യയൊക്കെ നമ്മൾ ഒപ്പിക്കുന്നുണ്ട്. അല്ല, നിനക്ക് ടെൻഷനൊന്നുമില്ലേ? നിങ്ങൾ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ. ആ മാറിനുള്ളതാണ് എന്റെ ഒരു ആശ്വാസം. ഇത് 2 ഈ ട്രിപ്പിലേക്കുള്ളല്ലേ? മറ്റേതുണ്ട, ആ ലേഡീസിന്റെയും കുട്ടികളുടെയും മാത്രം കൊണ്ടായാൽ മതി. നീ എന്ത് ചോദിച്ചു? ഈ ആത്മാർത്ഥത എന്നും ഉണ്ടായാൽ മതി. അല്ലാതെ വല്ല തരികിട പരിപാടിക്കും പോകാനാണെങ്കിലേ എന്റെ വക്കാലത്തുണ്ടാവില്ല കേട്ടോ യുവ നേതാവ്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ വെള്ളം കളിയല്ലേ. അല്ല, എനിക്കതിന്റെ പുറത്തൊരു കറുത്ത കോട്ടും കൂടി ഉണ്ട്. കോട്ട് നമുക്ക് ഊരാലോ. ഓക്കെ കൃത്യസമയത്ത് വരണം. ശരി ശരി, ഓക്കെ. എടാ, നീ എവിടെ പോയി കിടക്കുക? എടാ, കുപ്പി പറഞ്ഞിട്ട് അമ്മമാര് കൊറേ നേരം വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഉണ്ണിമാമാ, കാലത്തൊരു 6:30 6:45 വടോർമമ്പലം രാധമ്മായി. ആ അമ്മായി എന്തായാലും അവളെന്തായാലും കാലത്ത് വരും, നിങ്ങൾ പേടിക്കണ്ട. എടാ മനു, നീ ആ LED വള പറഞ്ഞതോ മറ്റേ പ്രൊജക്ടറാണോ? വാട്സപ്പൊക്കെ നോക്കി, വാട്സപ്പിലൊന്നും ഒരു രക്ഷയില്ലാന്നേ. അവന്റെ വീട് അവളുടെ വീട് 2 വീട് അപ്പുറം. അവനെന്ന് വിളിച്ചു നോക്കോ? എന്താ മണിയറ അലങ്കരിക്കാൻ വേണ്ടി വന്നാണ്. മുല്ലപ്പൂക്കുണ്ട്. എന്താ മാവാ? ആദ്യം പെണ്ണിറങ്ങി വരട്ടെ, എന്നിട്ട് പോലെ പാളംകുടമ്പഴൊക്കെ. ഇതെന്താ നിന്റെ വണ്ടിയില്? നീ ലംബോർഗിനി വരുന്നുണ്ട്. എടാ പറടാ. എടാ അതല്ല, തട്ടിക്കൊണ്ടുപോകാൻ ലംബോർഗിനി. തട്ടിക്കൊണ്ടുപോകാനാ? ഇറക്കി കൊണ്ടുവരലല്ലേ? എടാ നീ എന്തെങ്കിലും തീരുമാനിക്കുക. തട്ടിക്കൊണ്ടുവരണോ ഇറക്കി കൊണ്ടുവരണം? അല്ലടാ, സീരിയസ് ആയിട്ട് ഒരു കാര്യമുണ്ട്. അവൾ ഇതുവരെ ഫോൺ വിളിച്ച് കിട്ടിയിട്ടില്ല, സ്വിച്ച് ഓഫാ. വീട്ടിൽ പോ, നീ ടെൻഷൻ അടിപ്പിക്കല്ലേ. എന്നാ വാ പോവാ. എടാ നീ എന്തെങ്കിലും തീരുമാനിക്കും. അമ്മയെ കൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ തിന്നാമെന്ന് പറയാൻ നടക്കൊന്നുമില്ല. പോവാ. അവിടെ ചുരിദാറിന്റെ കവറുണ്ടാവും. നീലാവുണ്ട്. എണീക്കണ്ട. എന്നെ വിളിക്കരുത്, അന്വേഷിക്കരുത്. ഞാൻ തിരിച്ചു വരും പപ്പ.
ചിന്തന്നില്ല. ആ അപ്പൊ അറിയാ. വേമ്പ മാറാം. എന്നിവിടെ കണ്ട കാര്യം ആരോടും പറയണ്ട. ഇവിടെ അധിക സമയം നിൽക്കണ്ട. ഞാൻ പോകും. അവളൊന്നുമില്ല, വണ്ടി എടുക്ക്. അവളപ്പൊ ശരിക്കും പറ്റിയിട്ടുണ്ടോ? എവിടെ പോയിട്ട് നോക്കിയാണ്? എവിടെയായിരുന്നു നീ? ഇന്നലെ എന്റെ ഫോൺ വെള്ളത്തിൽ പോയി. അതെനിക്ക് വിളിക്കാൻ പറ്റാതായിരുന്നു. സോറി ട്ടോ. നീ ഏത് വീട്ടിലേക്ക് പോയത്? ചേച്ചി നിങ്ങളൊക്കെ പോയിണ്ടാവുന്നു. വേഗം പോവാം. ഹലോ, ദിവാകരനല്ലേ? ഇല്ലല്ലോ, ഞാൻ പുരുഷോത്തമനാ. ജ്വാലേനെ പെണ്ണ് കാണാൻ വേണ്ടി വന്നിരുന്നില്ലെന്ന്. പിന്നെ അന്ന് സമ്മതിച്ചൊന്നുമില്ലല്ലോ. എന്താ വേണ്ടപ്പോ? അല്ല, എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ, സന്തോഷം. നിന്റെ അച്ഛൻ ഒന്ന് പോയേ. എന്റെ മുഖം കാണാൻ പറ്റില്ലല്ലോ. പരിപാടി കഴിഞ്ഞു. എന്താ എന്തായി? കട്ട് ചെയ്തു. നല്ല കാര്യം. കട്ട് ചെയ്തു. അല്ല പേടിക്കണ്ട, വേറെ വഴിയുണ്ട്. ഒന്നിനു വിളിക്കാല്ലേ? ഏയ് ചേട്ടാ, എന്തിനപ്പോ കട്ട് ചെയ്തേ? ഞാനിവിടെ 4 മണി തൊട്ട് ഇവിടെ ഇരിക്കുന്ന കടയിൽ നല്ല തിരക്കാ. എന്താ വേണ്ടത് ചോദ്യം പറഞ്ഞേ? അല്ല, ഞാൻ ചേട്ടന്റെ മോളെ കല്യാണം കഴിച്ചേ. ഓ ശരി. അതന്ന് ഹലോ ഹലോ ഹലോ, കുഴപ്പമില്ല നിൽക്കുന്നു. ആണോ? ഓ സോറി. അല്ല നീ അപ്പുറം കൂടി കയറി. ആരെങ്കിലും വണ്ടി പിടിക്കുന്നു. ശരി ശരി. വേണ്ട. രസമുണ്ടല്ലോ ശരിക്കും. രസമുണ്ട്. എങ്ങനെയുണ്ട്? കിടു കൊല്ല രസം. താങ്ക്സ്. എന്തായടാ വിളിച്ചോട്ടെ? അവര് വീടെത്തി. ആ ചേച്ചി വന്നപ്പോ എന്താലേ പുള്ളിക്കാരൻ കൂട്ടുകാരനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഒരു പെണ്ണിനെ നടത്തിയിട്ടുള്ള വരവാ. ശരി എന്നാ ഞാൻ പോട്ടെ. അയ്യോ, ഇത് പോവാണോ? ഞാൻ കുറച്ചു നേരം ശരിക്ക് കുറച്ചേരം ഞാൻ പുറത്തുണ്ടായിരുന്നു. ഞങ്ങൾ അകത്തുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഡ്രസ്സ് മേടിക്കാൻ വന്നതാ. അവിടെ സെലിബ്രേഷൻ ഉണ്ട്. ശരി. അതേ നന്നായി. ഇത് ഇവളെക്കാളും ചേരുന്നു തനിക്ക്. ഞാൻ ഇറങ്ങാണേ. എന്താ പോണോ എനക്ക്? പോണോ? കാണാം. നിന്നെ കൊണ്ട് സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലോ? വാ പോവാ. ഇപ്പൊ വരാം. കഴിഞ്ഞു. ഓക്കെ, ഞാൻ സൂമിൽ വരാം. വരുൺ, ഹണിമൂണൊക്കെ അതിനുണ്ടായിരുന്നു. അടിപൊളി. അടിച്ചു പൊളിച്ച്. ഞാൻ സ്ലിം ആയിട്ടില്ലേ? ഞാൻ സുന്ദരനാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? അല്ല, നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാനിത് തീർത്തിട്ട് ഇറങ്ങോ? അത് ഞാൻ നോക്കിക്കോളാം. അല്ല പോയിക്കോളൂ. അപ്പൊ ശരി. അയാൾക്ക് നിന്നെ ഭയങ്കര കെയറാണല്ലോ.
എന്ത് കയറ് കയറ് അതെ ഇന്ന് ഞാൻ നല്ല തിരക്കായിരുന്നു അതാ പുള്ളിക്കാരനെ കൊണ്ടുവിടാൻ ചേട്ടാ. ശരി. സൂം മീറ്റിംഗ് ഉണ്ട്. ശരി. കുഴപ്പമില്ല. നിനക്ക് ആ സ്കൂട്ടറിലൊന്നുള്ള ജോലിക്ക് എന്തിന്? ഒരാളെ നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുവിടാനുള്ളപ്പോ പിന്നെ വെയിൽ കൊള്ളണോ? ഇല്ല വന്ന് മോനെ ഓ ആ രാജുവാണ് ഇവിടെ പണിക്കൊക്കെ വരാറ്. വന്നിപ്പോ പ്ലംബർമാർക്കൊക്കെ എഞ്ചിനീയർമാരെ തിരക്കായി പോയി അല്ലേ? എഞ്ചിനീയർമാർക്കല്ലേ പണിയില്ലാത്തത്, ഞങ്ങൾക്കൊക്കെ പിടിപ്പത് പണിയാ. കണ്ട ഒരു പെരിഞ്ചാഴി പോണുണ്ടോ? അത് പെര തുറന്ന് കളയാറായി. ഏണി വെച്ചാലോട്ട് ചാവേ ഇല്ല. എവിടെയൊക്കെ കിടക്കണുണ്ടോ? അപ്പുറത്തൊക്കെ അതെ തുറന്നിട്ടേക്കാം. എന്റെ അമ്മേ അടിപൊളി. ഇവാൻ ഇതാരുടെ ചുരിദാറ്? ഇത് ഇവളുടെ. ഇതെന്റെ ഫ്രണ്ടിന്റെയാ. ഓ ഇവിടെ ഇത് മറിച്ചിട്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇതാണല്ലോ അവളെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള കൂട്ടുകാരിയുടെ വീട്. കൂട്ടുകാരിയാ? ഇതല്ലേ? ഓ അപ്പൊ മോൻ എന്റെ പേര് നോക്കിയല്ലേ അവൾക്ക് പേരിട്ടോ ഇവാന്ന്. ചേട്ടനാണ്. ചേട്ടനാണോ? ചേട്ടനുള്ള കാര്യം മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. ഓ മോൻ കേറിയിരിക്കേ. ഇല്ല, ഞാൻ ഇറങ്ങാം. അമ്മേ എന്താ മോനെ? ഞാൻ കാശ് വാങ്ങിയില്ല. അയ്യോ 300. എടി മോളെ ആ കാശ് എടുത്ത് കൊടുത്തേ. ആ ഇപ്പൊ ഞാനത് മറന്നു കേട്ടോ, സോറി. അമ്മേ, ഞങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇതൊന്നും പറയണ്ട. ഏത് കാര്യം? അവള് കുറച്ച് ദുരൂഹതയാണ്. എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അവൾ ഇങ്ങോട്ട് വരാറുള്ളതുകൊണ്ട് പറയാ. അവളെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല? ഇല്ല, ഒന്നും പറയാറില്ലല്ലോ മോനെ. ആ, ചെറുപ്പത്തിലുണ്ടായൊരു ഷോക്കാണ്. അവളെന്താ പറയാ ചെയ്യണേന്നൊരു പിടുത്തം കിട്ടില്ല. ഗുളിക്കൊക്കെ ഉണ്ട് കഴിക്കാം, എന്നാലും കഴിക്കില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ വലിയ പ്രശ്നവും. ചേട്ടാ ക്രെഡിറ്റ് ആയില്ലേ? ആ മെസ്സേജ് വന്നിട്ടുണ്ട്. മെന്റലൊന്നുമല്ല, എന്നാലും ഒന്ന് സൂക്ഷിച്ചു.